ANAയുടെ ദൃശ്യങ്ങളാണ് കാണിച്ചിരുന്നതെങ്കിൽ രജൌരിയിൽ നിന്നും റിപ്പോർട്ടറിൻ്റെ ക്യാമറാമാൻ പകർത്തിയ ദൃശ്യങ്ങൾ, നന്ദു പേരാമ്പ്ര പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത്. നമുക്കൊപ്പം നിലവിൽ നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, ഇപ്പോൾ രജൌരിയിൽ എന്താണ് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നത്? ബ്ലാക്ക് ഔട്ടാണ്, അവിടെ ഡ്രോൺ നമ്മുടെ ക്യാമറയിലും പതിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോബൽ, അരുൺ, നിരന്തരമായ ഡ്രോൺ ആക്രമണമാണ് രജൌരിയിൽ എന്താണെങ്കിലും ഉണ്ടായത്. നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തിന് മുകളിൽ ഏറെക്കുറെ 6-ലധികം വരുന്ന ഡ്രോണുകൾ മിന്നിമറിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ശക്തമായ ഫയറിംഗ് ആണ് സേനയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രദേശത്ത് ഉണ്ടായത്. ശക്തമായ ഫയറിംഗ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഫയറിംഗ് ഉണ്ടായി എന്ന് വേണം പറയാൻ. പല ഡ്രോണുകളും വെടിവെച്ചിട്ടു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ നിന്ന പരിസരത്തൊക്കെ തന്നെ ഈ ഡ്രോണുകൾ വീണിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം അത്രയധികം ഡ്രോണുകളാണ് ഈ മേഖലയിലൂടെ മിന്നിമറിഞ്ഞ് പോയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അപ്രതീക്ഷിതമായ ഒരു ഡ്രോൺ ആക്രമണമാണ്. പ്രത്യേകിച്ച് അതിർത്തിയിൽ നിന്ന് അല്പം ഏകദേശം ഒരു 5 കിലോമീറ്ററെങ്കിലും ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. LOCയിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലാണ് രജൌരിയിൽ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശമുള്ളത്. സ്വാഭാവികമായും ഇത്ര ദൂരത്തിലേക്ക് ഡ്രോൺ കടന്നു വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഡ്രോണുകൾ വരികയും അതിസാഹസികമായി തന്നെ സുരക്ഷാ സേന പലതും വെടിവെച്ചിടുകയും ചെയ്തു. നമ്മുടെ കൺമുന്നിൽ തന്നെ ഡ്രോണുകൾ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ. പ്രത്യേകിച്ച് നന്ദു പേരാമ്പ്ര പകർത്തിയ ദൃശ്യങ്ങളിൽ അത് കൃത്യമായി തന്നെ ഡ്രോണുകൾ നമ്മൾ കാണുകയും ചെയ്തു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് സാധ്യത ഉണ്ടായിരുന്നു. സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? തീർച്ചയായും അരുൺ, ഈ ഡ്രോണുകൾ വന്ന സമയത്ത് വലിയ വെടിവെപ്പാണ് വിവിധ മേഖലകളിൽ ഉണ്ടായത്. ശക്തമായ വെടിവെപ്പ് തന്നെ, നിരന്തരമായ ഫയറിംഗ് ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നമ്മൾ നിൽക്കുന്ന തൊട്ടപ്പുറം തന്നെ CRPFൻ്റെ ഒരു വലിയ പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ നിന്നാണ് നിരന്തരമായ വെടിവെപ്പ് ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സേനകളുടെ മറ്റ് സംവിധാനങ്ങളും ഈ മേഖലയുടെ നിരന്തരം ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വലിയ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് ഡ്രോണുകൾ നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് എത്തിയെന്നതാണ്. സാധാരണ നേരത്തെ അതിർത്തി കടന്ന് ഇത്ര ദൂരത്തിലേക്ക് സാധാരണ വരുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അത്തരത്തിൽ ഡ്രോണുകൾ ഇതിലെ മിന്നിമറഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു. മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിലേക്കല്ല, മിലിറ്ററി ഇൻസ്റ്റലേഷൻസിലേക്കല്ല, പകരം അയച്ചു തുടങ്ങുന്നത് നിലവിൽ വരുന്നത് ജനവാസ മേഖലയിലേക്കാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോബൽ മാരിക്കാരൻ നിൽക്കുന്ന രജൌരിയിലും അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്, അല്ലേ? മാത്രമല്ല, ഇപ്പോൾ ഒരു വിവരം വരുന്നത് യാത്രാ വിമാനം മറയാക്കി ഷീൽഡാക്കിക്കൊണ്ട് ഇന്നും അതേ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത്. യാത്രാ വിമാനം മറയാക്കി ഷീൽഡാക്കിക്കൊണ്ട് ഇന്നലെ ദമാമിൽ നിന്ന് ലാഹോറിലേക്ക് വന്ന വിമാനമാണെങ്കിൽ ഇന്ന് ഏത് വിമാനമാണ് എന്നുള്ളതിൻ്റെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. എനിക്കൊന്ന് നമ്മുടെ ഡെസ്കിൽ നിന്നും ഈ ഫ്ലൈറ്റ് ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഫാക്ട് ചെക്ക് ചെയ്യാം. ലാഹോർ ഭാഗത്തേക്ക് ഇപ്പോൾ ഏത് ഫ്ലൈറ്റ് ആണ് മൂവ് ചെയ്യുന്നത്, ഏകദേശം അതിൻ്റെ മറപറ്റിയാണ് നിലവിൽ ഈ പറയുന്ന ഡ്രോണിൻ്റെ ആക്രമണം ഇന്നലെ ഉണ്ടായത്. ഇന്നും അതേപടിയാണ് സംഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തുടരാവുന്നതാണ് നോബൽ മാരിക്കാരൻ. ഇപ്പോൾ രജൌരിയിൽ എത്ര സമയമായി തുടർച്ചയായിട്ട് ഈ ഡ്രോണുകൾ അവിടെ കാണുന്നുണ്ടായിരുന്നു നോബൽ മാരിക്കാരന്? അതിന് വളരെ അപ്രതീക്ഷിതമായാണ് ഡ്രോണുകൾ ഇങ്ങോട്ട് എത്തിയത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഡ്രോണുകൾ വന്നു എന്ന് വേണം പറയാൻ. ഏറെക്കുറെ ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ തന്നെ സുരക്ഷാ സേന പലതും വെടിവെച്ചിരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡ്രോണുകൾ എത്തി തൊട്ട് പിന്നാലെ തന്നെ സുരക്ഷാ സേന വിവിധ മേഖലകളിൽ നിന്ന് അതിന് നേരെ വെടിവെച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിൽ കണ്ടിന്യൂസ് ഫയറിംഗ് ആണ് ഈ മേഖലയിൽ ഉണ്ടായത് എന്ന് വേണം വിലയിരുത്തപ്പെടാൻ. കാരണം അത്ര വലിയ ഉഗ്ര ശബ്ദത്തോടെയാണ് ഫയറിംഗ് ഇവിടെ നടന്നത്. ആ ഫയറിംഗ് അല്പം നേരം നീണ്ടു നിൽക്കുകയും ചെയ്തു. എന്താണെങ്കിലും ഡ്രോണുകൾ നിലവിൽ ആകാശത്ത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഡ്രോൺ ആക്രമണം വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന കൂടുതൽ ജാഗ്രത ഈ മേഖലയിൽ പുലർത്തുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. നിരന്തരം, അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഒരു വശത്ത് നിന്ന് ഏറെക്കുറെ 5-ലധികം വരുന്ന ഡ്രോണുകൾ മിന്നായം പോലെ വരികയും മറുവശത്ത് വലിയ രീതിയിൽ തന്നെ സുരക്ഷാ സേന വെടിവെക്കുകയും ചെയ്തു. അത്തരത്തിൽ വെടിവെച്ചകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളുടെ ശബ്ദവും ഒക്കെ നമുക്ക് എന്താണെങ്കിലും അടുത്ത് കാണുവാനും അത്തരത്തിൽ ഡ്രോണുകൾ പറന്നുയർന്ന് കാണുവാനും കഴിഞ്ഞു. എന്താണെങ്കിലും ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാൻ വീണ്ടും ഈ രാത്രിയും ശ്രമിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രജൌരി അതോടൊപ്പം തന്നെ പൂഞ്ച് അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജമ്മു നഗരം, ഫിറോസ്പൂർ, അംബാല, പഞ്ച്ഗുള, ഫിറോസ്പൂർ, സാംബ, അമൃത്സർ, പത്താൻകോട്ട് ഈ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഡ്രോൺ വിസിബിൾ ആയത് എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ANA ഇപ്പോൾ പറയുന്നത്. ഒരിക്കൽ കൂടി, ജമ്മു നഗരം, ഫിറോസ്പൂർ, അംബാല, പഞ്ച്ഗുള, ഫിറോസ്പൂർ, സാംബ, അമൃത്സർ, പത്താൻകോട്ട് എന്നുള്ളതാണ്.